ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ്. ഇന്ന് മഷ്റൂം ടെമ്പൂരാൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മഷ്റൂം ടെമ്പൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിസ്റ്റർ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി ഊറ്റി വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ വെക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയാണ് അടുത്ത്, അത് എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ച ഈ പൊടിയിൽ നിന്ന് നമുക്ക് പകുതിയോളം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ബാറ്ററിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഐസ് വാട്ടർ വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ഒഴിച്ചൊന്ന് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ കഴുകി നമ്മൾ ഊറ്റി വെച്ച ഈ മഷ്റൂം ഈ ഒരു ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഈ പൊടിയിലേക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിതാ എല്ലാ മഷ്റൂമും ഇതേപോലെ പൊടിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച ഈ മഷ്റൂം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇത് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്തെടുക്കാം. ഞാൻ മുഴുവൻ മഷ്റൂമും ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. വേണ്ട, നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റും ക്രിസ്പിയാണ്. അപ്പോൾ നമുക്കിത് സോസിൽ മുക്കിയിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.